പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തം. വാഹന കാൽനട യാത്രക്കാർക്ക് ഒരുപോലെ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് റോഡിന് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നത്. നിരവധി തവണ ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ മത്സ്യമാർക്കറ്റിന് സമീപത്തായി വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിനെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവഴി നിരവധി പേരാണ് ദിവസവും യാത്ര ചെയ്യുന്നത്. നിലവിൽ ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ്. ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതോടെ മറ്റു വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ ഏറെ പ്രയാസമാണ്. ഒപ്പം ജനങ്ങൾ നടന്നു പോകേണ്ടത് റോഡിന് നടുവിലൂടെയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡിലാണ് ഇത്തരം പ്രവൃത്തി. പേ പാർക്കിംഗ് സംവിധാനം പഴയങ്ങാടിയിൽ ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ പലരും തയ്യാറാവുന്നില്ല. കൂടുതൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കാനോ ഇത്തരം അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ലതാനും. മുട്ടുകണ്ടി തീരദേശ റോഡിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മൂലം ഇതുവഴി കടന്നുപോകുന്ന മറ്റ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ ദുരിതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പേ പാർക്കിംഗ് സംവിധാനം ഉണ്ടായിട്ടും അത് ജനങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താത്തത് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, നിർത്തിയിടുന്ന വാഹനത്തിൻ്റെ അടിയിൽ തന്നെയാണ് തെരുവ് നായ്ക്കൾ കിടന്നുറങ്ങുന്നത്. അത് കാൽനട യാത്രക്കാർക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയതാണ്. ജനങ്ങളുടെ വഴിമുടക്കുന്ന ഇത്തരം അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. എത്രയും വേഗം നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.